നമസ്കാരം. അതിർത്തിയിൽ ചൈനീസ് ഡ്രാഗണും പാക് പടയും എന്തൊക്കെ കുതന്ത്രങ്ങളും നുണക്കഥകളും ഇനി മെനഞ്ഞാലും ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും തൊടാനാവില്ലെന്ന് മറ്റൊരു വട്ടം കൂടി ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് തെളിയുകയാണ്. എത്രയൊക്കെ ആധുനിക ആയുധങ്ങളും അത്യാധുനിക വിമാനങ്ങളും കാണിച്ച് അയൽ രാജ്യങ്ങൾ അഹങ്കരിച്ച് വീമ്പിളക്കിയാലും ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ അവയെല്ലാം വെറും പൂജ്യമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ സാമ്പത്തിക ശേഷി പോലും തകർത്ത് ആയുധങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ അതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന പ്രതിരോധ വിദ്യകളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മോഹങ്ങളെല്ലാം വെറും ജലരേഖയായി മാറുന്ന ആ ചരിത്ര മുഹൂർത്തത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഭാവിയിലെ യുദ്ധങ്ങളിൽ ആധുനിക തോക്കുകളെക്കാളും മിസൈലുകളെക്കാളും പ്രധാനം ശത്രുവിന്റെ ഒളിഞ്ഞുള്ള നീക്കങ്ങളെ കൃത്യമായി മണത്തറിയുന്ന ശക്തമായ റഡാറുകളാണ്. പ്രത്യേകിച്ചും റേഡിയോ തരംഗങ്ങളെ വരെ കളിപ്പിച്ച് കണ്ണുവെട്ടിച്ച് പറക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഈ ആധുനിക കാലത്ത് ആർക്കും പിടികൊടുക്കാതെ പറക്കാമെന്ന ശത്രുവിന്റെ ചിന്തയാണ് ഇവിടെ തകരുന്നത്. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് നമ്മുടെ ഈ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നത്. നമ്മുടെ ആകാശത്തെ കീഴടക്കാൻ ചൈനയും പാകിസ്ഥാനും ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഇന്ത്യയുടെ ഈ ഒരൊറ്റ തീരുമാനത്തിന് മുന്നിൽ തകർന്നടിയുകയാണ്. എന്നാൽ പേടിക്കേണ്ട, ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം പൂർണ്ണമായും കെടുത്താൻ ഇന്ത്യയുടെ കയ്യിൽ ഇതിലും ഒരു കിടിലൻ ബ്രഹ്മാസ്ത്രമുണ്ട്. അതാണ് സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും വിറപ്പിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ഫോട്ടോണിക് റഡാർ. ചൈനയുടെ ചെങ്ഡു J-20യും ഷെൻയാങ് J-35ഉം പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ പണം വാരിയെറിഞ്ഞ് വാങ്ങിക്കൂട്ടിയ തായ് TF ക്യാനുമൊക്കെ ഇനി ഇന്ത്യയുടെ അതിർത്തി വഴി ഒന്ന് പറന്നു നോക്കട്ടെ. അമ്മാതിരി വരവേൽപ്പായിരിക്കും ഫോട്ടോണിക് റഡാറുകൾ അവയ്ക്ക് കാത്തുവച്ചിരിക്കുന്നത്. അയൽവാസികളായ ഈ കൊച്ചു കൂട്ടുകാരുടെ വിമാനക്കമ്പങ്ങൾക്കൊന്നും ഇന്ത്യയുടെ ആകാശത്ത് ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാനാകില്ല എന്നത് അനിഷേധ്യമായ സത്യമാണ്. ശത്രുക്കളുടെ വിമാനങ്ങളുടെ ഓരോ ചെറുചലനവും മുൻകൂട്ടി കണ്ട് അവയെ ആകാശത്തു വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ തക്കവണ്ണം നമ്മുടെ വ്യോമസേന ഇതിലൂടെ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ചൈനീസ് കൂട്ടുകെട്ടും പാകിസ്ഥാൻ പട്ടാളവും നടത്തുന്ന ഈ ഒളിച്ചുകളികളും കുതന്ത്രങ്ങളും ഇനി ഇവിടെ ഒട്ടും നടക്കില്ല. കാരണം നമ്മുടെ DRDO ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഈ പുതിയ സാങ്കേതിക വിദ്യ അത്രയേറെ ഭീകരവും അജയ്യവുമാണ്. ഇതുവരെ ലോകം കണ്ട റഡാറുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഈ ഫോട്ടോണിക് വിദ്യ. ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളെയും കൃത്യതയോടെ നിരീക്ഷിക്കാനും അവയെ തടയാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും രഹസ്യ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ ഇതിലൂടെ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ കണ്ണു നട്ടിരിക്കുന്നവരുടെ ഓരോ അടിവെപ്പും നിരീക്ഷിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് സാധിക്കുമെന്നത് അഭിമാനകരമായ നേട്ടമാണ്. സാധാരണ റഡാറുകൾ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ്. എന്നാൽ ഫോട്ടോണിക് റഡാറുകൾ കളി ടോട്ടലായി ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു. റേഡിയോ തരംഗങ്ങൾക്ക് പകരം പ്രകാശ തരംഗങ്ങളെയാണ് ഇവർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ലേസറുകളും ഫൈബർ ഒപ്റ്റിക്സുമാണ് ഇതിലെ പ്രധാന താരങ്ങൾ. ശത്രുവിന്റെ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ പോലും കണ്ണടച്ചു തുറക്കുന്ന നിമിഷം ഈ പ്രകാശ കണ്ണുകൾ കൃത്യമായി ഒപ്പിയെടുക്കും. ഉയർന്ന റെസല്യൂഷൻ, റെക്കോർഡ് വേഗത, ശത്രുക്കളുടെ ജാമിങ്ങിനെ അപ്പാടെ തള്ളിക്കളയാനുള്ള അസാധാരണ ശേഷി എന്നിവയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശത്രുക്കൾ ഇനി എന്തൊക്കെ അത്യാധുനിക ജാമിംഗ് ഉപാധികൾ ഉപയോഗിച്ചാലും നമ്മുടെ ഫോട്ടോണിക് റഡാറുകളുടെ കണ്ണിവെട്ടിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇനി ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കാര്യമെടുത്താൽ അതൊക്കെ ഇതിൻ്റെ മുന്നിൽ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാകും. വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെല്ലാം എവിടെ ഒളിപ്പിച്ചാലും ഫോട്ടോണിക് റഡാറിന്റെ മുന്നിൽ അവ പെട്ടുപോകുമെന്ന് തീർച്ചയാണ്. ശത്രുക്കൾ നടത്തുന്ന വൈദ്യുത കാന്തിക തടസ്സങ്ങളെയും വ്യാജ സിഗ്നലുകളെയും ഇത് പച്ചയ്ക്ക് പ്രതിരോധിക്കും. വലിപ്പവും ഭാരവും വളരെ കുറവായതിനാൽ തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളിലും ഉപഗ്രഹങ്ങളിലുമൊക്കെ ഇത് വളരെ ഈസിയായി ഘടിപ്പിക്കാമെന്നതാണ് മറ്റൊരു കിടിലൻ ഫീച്ചർ. ബാൻഡ് വിഡ്ത്ത് വളരെ ഉയർന്നതായതുകൊണ്ട് ശത്രുവിൻ്റെ ഓരോ ചലനവും വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ദൃശ്യങ്ങളായി നമ്മുടെ കൺമുന്നിലെത്തും. ശത്രുവിൻ്റെ ഏത് ചെറിയ നീക്കവും അതിവേഗം തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്താൻ ഇത് നമ്മുടെ സൈന്യത്തെ സഹായിക്കുന്നു. ഈ അത്ഭുത റഡാറിന്റെ കടന്നുവരവോടെ ശത്രുക്കളുടെ എല്ലാ മോഹങ്ങളും കരിഞ്ഞുണങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
പഴയ റഡാറുകളും പുതിയ ഫോട്ടോണിക് റഡാറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങൾ പഴഞ്ചൻ നോക്കിയ ഫോണിൽ നിന്ന് ലേറ്റസ്റ്റ് ഐഫോണിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അതുപോലെയാണിത്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് റേഡിയോ തരംഗ റഡാറുകളാണ്. എന്നാൽ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ വന്നതോടുകൂടി ഈ പഴയ സാധനങ്ങൾ വിരമിക്കേണ്ട അവസ്ഥയിലായി. കാരണം ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ റേഡിയോ തരംഗങ്ങളെ ഒന്നുകിൽ വിഴുങ്ങും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിശയിലേക്ക് വഴിതിരിച്ചുവിട്ട് റഡാറിനെ വിഡ്ഢിയാക്കും. ശത്രുവിൻ്റെ ഇത്തരം കൗശലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും പുതിയ ഫോട്ടോണിക് സാങ്കേതിക വിദ്യയിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നത്. വെനസ്വേലയിൽ ഒരിക്കൽ അമേരിക്കൻ F-35 വിമാനങ്ങൾ നടത്തിയ മാസ് എൻട്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുന്നിനു പുറകിൽ ഒളിച്ചിരുന്ന അമേരിക്കൻ വിമാനങ്ങളെ കണ്ടെത്താനാവാതെ വെനസ്വേലയുടെ റഡാറുകൾ അന്തം വിട്ട് നിന്നുപോയി. എന്നാൽ ഇന്ത്യക്ക് ആ ഗതികേട് ഒരിക്കലും ഉണ്ടാകില്ല. ഫോട്ടോണിക് റഡാറുകൾ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ വാലിൽ പിടിച്ച് അപായ സിഗ്നലുകൾ നൽകും. മാത്രമല്ല, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വെച്ച് നമ്മുടെ റഡാറുകളെ ജാം ചെയ്യാമെന്ന് ചൈനയും പാകിസ്ഥാനും മോഹിക്കേണ്ട. ഒപ്റ്റിക്കൽ സ്പെക്ട്രത്തിലെ ഇൻഫ്രാറെഡ് അടക്കമുള്ള കണ്ണിൽപ്പെടാത്ത തരംഗങ്ങളിലാണ് ഇവയുടെ കളി. ലോകത്തെമ്പാടുമുള്ള വൻകിട രാജ്യങ്ങൾ പോലും അമ്പരപ്പോടെയാണ് ഇന്ത്യയുടെ ഈ സാങ്കേതിക മുന്നേറ്റത്തെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ US-ഉം ചൈനയും ഇസ്രയേലും മാത്രമാണ് ഈ രംഗത്ത് ഗവേഷണം നടത്തുന്നതെങ്കിലും ഇന്ത്യ ഇതിലും ഒരുപടി മുന്നിലാണ്. പഴയകാലത്തെ പൊടിപിടിച്ച ക്യാമറകളും ഇന്നത്തെ ലേറ്റസ്റ്റ് 4K ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസമാണ് പഴയ റഡാറുകളും ഈ ഫോട്ടോണിക് വിദ്യയും തമ്മിലുള്ളത്. ഈ അത്ഭുത റഡാറിനെ നമ്മുടെ രാജ്യത്തെ അതികഠിനമായ കാലാവസ്ഥകളിൽ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിലായാലും ഈർപ്പവും ഉപ്പും നിറഞ്ഞ ഇന്ത്യൻ സമുദ്രമേഖലയിലായാലും ലഡാക്കിലെ മഞ്ഞുമലനിരകളുടെ നെറുകയിലായാലും ഈ റഡാറുകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയൊരു അഴിച്ചുപണി തന്നെ നടക്കും. പഴയകാല ഇന്ദ്ര റഡാറുകൾക്ക് പകരമായി ഇവ വരും. അതോടൊപ്പം നമ്മുടെ അഭിമാനമായ തേജസ്, റഫാൽ, സുഖോയ് 30 MKA തുടങ്ങിയ യുദ്ധവിമാനങ്ങളിലും ഫോട്ടോണിക് കരുത്ത് വന്നുചേരും. നിലവിലുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് എറേ റഡാറുകളുമായി ഫോട്ടോണിക് സാങ്കേതിക വിദ്യയും കൂടി കൂട്ടുചേർത്ത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര കരുത്തുറ്റ ഒരു സൂപ്പർ റഡാർ സംവിധാനം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. ഇനി ചൈനയ്ക്കും പാകിസ്ഥാനും എന്ത് തന്ത്രം മെനഞ്ഞാലും ഇന്ത്യയുടെ ഈ ഫോട്ടോണിക് വലയത്തെ ഭേദിച്ച് ഒരു ഈച്ചയ്ക്ക് പോലും നമ്മുടെ അതിർത്തി കടക്കാനാവില്ല. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും വെറും വെള്ളത്തിൽ ഹോമിക്കുന്ന ഇന്ത്യയുടെ ഈ പുതിയ പ്രതിരോധ കരുത്ത് രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ്. പാകിസ്ഥാനും ചൈനയും എത്രയൊക്കെ മോഹിച്ചാലും ഇന്ത്യയുടെ ആകാശകോട്ട തകർക്കാൻ ഒരു ശക്തിക്കുമാവില്ല. കാരണം ഇന്ത്യയുടെ പ്രതിരോധം ഇപ്പോൾ ബ്രഹ്മാണ്ഡമായ മറ്റൊരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഈ ആധുനിക കാലത്തെ യുദ്ധമുഖത്ത് ഇന്ത്യയാണ് യഥാർത്ഥ സൂപ്പർ പവർ എന്ന് ശത്രു രാജ്യങ്ങൾ ഇനിയുള്ള നാളുകളിൽ ഭയത്തോടെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രതിരോധ കോട്ടയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.